ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എളുപ്പത്തിലൊരു ലിവർ ഫ്രൈ ഉണ്ടാക്കിയാലോ? സ്വാദിഷ്ടമായിട്ടുള്ള നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വേണ്ടത് സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് തേങ്ങാക്കൊത്ത്. ഓക്കെ, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്കൊരു ചീനച്ചട്ടി വയ്ക്കുക. അപ്പോൾ അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക, കറിവേപ്പിലിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകില്ലേ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഒരു പാകത്തിനായിട്ട് വഴണ്ട് വരും. അതിനുശേഷം നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് വഴറ്റാം. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി. ഓക്കെ, ഇതും കൂടെ വേണം കേട്ടോ. കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് എരിവ് എങ്ങനെ വേണ്ടേ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ലിവറല്ല, അപ്പോൾ കുറച്ച് എരിവ് കൂടുതൽ നിന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ലിവർ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗരം മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഈ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളം ഫുള്ള് നമ്മൾ വറ്റിച്ചെടുക്കുക. പിന്നെ ഉപ്പ് പാകത്തിനാണോ നോക്കുക കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ വേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് അത്. ഫുള്ളായിട്ട് ഞാൻ വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അത് നല്ല ടേസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട വെളിച്ചെണ്ണയിലായതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.